അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ആ ആപത്ഘട്ടങ്ങളിൽ നമുക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ സഹായം അനിവാര്യമായി വരാറുണ്ട്. ആപത്ഘട്ടങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്നവരെ നാം കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളിൽ തന്നെ ചിലരെങ്കിലും അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഉത്സാഹിച്ചിട്ടുള്ളവരായിരിക്കാം. ചില സന്ദർഭങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ളവരുടെ സഹായം ആവശ്യം വന്നിട്ടുണ്ടാവാം. ഞാൻ ഓർക്കുന്നു, ഞാൻ ഒരിക്കൽ ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിൽ തളർന്ന് വീണൊരനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അന്ന് അഖിലേന്ത്യാ ബന്ദിൻ്റെ ഒരു ദിവസം കൂടിയായിരുന്നു. നമുക്കറിയാം, ബന്ദ് ദിവസങ്ങളിൽ നമുക്കിവിടെ വാഹന സൗകര്യമില്ലല്ലോ. കുറച്ച് കൊല്ലം മുമ്പുള്ള കാര്യമാണ്. പോരാഞ്ഞിട്ട് ഇന്നത്തെ പോലെയുള്ള ഫോൺ സൗകര്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെ ആ അഖിലേന്ത്യാ ബന്ദിൻ്റെ അന്ന് ഞാൻ എവിടെയോ പോയി. അങ്ങനെ ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിൽ വന്നു. ബസ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ കുഴഞ്ഞു വീണു, അബോധാവസ്ഥയിലായി. എൻ്റെ ആ കിടപ്പ് കണ്ട് ഒരു പക്ഷേ പലരും മൈൻഡ് ചെയ്യാതെ പോയിട്ടുണ്ടാകാം. എന്നാൽ അവിടെ വെള്ളാങ്കല്ലൂരിനടുത്ത് താമസിക്കുന്നതായ ഒരു സഹോദരനും സഹോദരിയും അവർ എന്തോ ആവശ്യത്തിന് ബന്ധു ദിവസം ടൗണിൽ വന്നു. മെഡിക്കൽ ഷോപ്പിലേക്ക് എവിടേക്ക് പോകാൻ വേണ്ടി എനിക്കറിയത്തില്ല. പലരും ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് കാണാതോരെ പോയപ്പോഴേ അവരെന്നെ വളരെ കഷ്ടപ്പെട്ട്, അന്ന് തൃശ്ശൂർ ടൗണിലാണ് മെഡിക്കൽ കോളേജ് ഉള്ളത്, ആ മെഡിക്കൽ കോളേജ് കൊണ്ടെത്തിക്കേണ്ടതായിത്തീർന്നു. ആ അഖിലേന്ത്യാ ബന്ധു ദിവസത്തിൽ എന്നെ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് തൃശ്ശൂർ വരെ എത്തിക്കാനുള്ള വളരെ റിസ്ക് ആയ ഒരു കാര്യമാണ്. പക്ഷെ അവരത് എങ്ങനെയോ എന്നെ അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഡോക്ടർമാർ എന്നെ ചികിത്സ ചെയ്തു. ബോധം വന്നതിന് ശേഷമായിട്ട് എൻ്റെ വീട് എവിടെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. വീടിൻ്റെ അടുത്തുള്ള ഒരു നമ്പർ പറഞ്ഞു കൊടുത്തു. ആ നമ്പറിലേക്ക് വിളിച്ചു, എന്നെ വീട്ടിൽ അറിയിച്ചു. വീട്ടുകാരൊക്കെ വന്നു. അപ്പോഴത്തേക്ക് ഒരുപാട് സമയങ്ങൾ പോയി. അപ്പോൾ ആ ആപത്ത് ഘട്ടത്തിൽ എന്നെ സഹായിച്ച ആ രണ്ട് പേര് ഒരാങ്ങളെയും പെങ്ങളുമാണ്. അവർ എന്നെ അന്ന് സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ജീവൻ അവിടെ കിടന്ന് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതുപോലെ ആപത്ത് ഘട്ടങ്ങളിൽ സഹായിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മൾ സഹായങ്ങൾ കൈപ്പറ്റിയവരോ ആയിരിക്കാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഒരാളെ സഹായിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. ചിലപ്പോഴും സഹായിപ്പാൻ ആരുമില്ലാതെ സങ്കടപ്പെടുന്ന ചില അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാനേ കഴിയത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മെ നിശ്ചയമായിട്ടും എന്ത് ചെയ്യും? ആപത്ത് ഘട്ടങ്ങളിൽ ദൈവം നമ്മെ സഹായിപ്പാൻ ഇടയായിത്തീരും. എന്നാൽ ദൈവം നമ്മെ വിളിക്കുമ്പോൾ നാം ദൈവത്തെ അനുസരിക്കുകയോ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുകയോ ചെയ്യാതെ നമ്മുടെ ഇഷ്ടപ്രകാരം ഓടുകയാണെങ്കിൽ, ആരും സഹായിപ്പാൻ ഇല്ലാതെ വരുമ്പോൾ, ആർക്കും സഹായിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മളെ വിളി കേൾക്കുകയില്ല എന്നുള്ളതായ ഒരു സന്ദേശം നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക.
ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതോടൊപ്പം തന്നെ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാനും ഉത്സാഹികളായിരിക്കണം, അല്ലേ? നമുക്ക് ഏത് സമയത്ത് ദൈവത്തെ വിളിച്ചാലും ദൈവം നമ്മെ സഹായിക്കാത്ത രീതിയിൽ ദൈവമായിട്ടുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഉത്സാഹിക്കാം. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.